റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ മമ്മൂക്ക ഒരു യൂട്യൂബിൽ കണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ഒരു മറുപടി എന്നല്ല, ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാനും ചെയ്യുന്നത്. അതായത് മമ്മൂക്ക മറ്റൊരു ദേശീയ അവാർഡിന് അരികിൽ എന്നും പറഞ്ഞിട്ടാണ്, അതായത് ഭ്രമയുഗം എന്ന ചിത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഭ്രമയുഗം എന്ന് പറയുന്നത് 2024 ചിത്രമാണ്. 2024 മമ്മൂക്കയുടെ സിനിമയുടെ ദേശീയ അവാർഡിന് മമ്മൂക്കയുടെ ചിത്രം പരിഗണിക്കുന്നത് 2026 നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് മാത്രമാണ് ഇപ്പോൾ 2023 അവാർഡ് 24 അവാർഡ് ഇപ്പോൾ 25 ഒക്കെ പ്രഖ്യാപിക്കുന്നത്. നാഷണൽ അവാർഡ് ഒരു വർഷം പുറകെയാണ്. നമ്മളിത് പല വീഡിയോകളിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2022 അവാർഡാണ് ഇപ്പോൾ 2023 പ്രഖ്യാപിച്ചത്. 2022 അവാർഡാണ് 2024 പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കാന്താര എന്ന ചിത്രത്തിന് അവാർഡ് കൊടുത്തത്, അല്ലെങ്കിൽ ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കൊടുത്തത്. അപ്പോൾ 2024 2026 പരിഗണിക്കുമ്പം 2023 റിലീസ് ചെയ്ത സിനിമകളാണ് 2025 നാഷണൽ അവാർഡിന് പരിഗണിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമ്പോൾ ഇപ്പോൾ കാതൽ പോലുള്ള മമ്മൂക്കയുടെ സിനിമകൾ മാത്രമാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് എന്ന് നമുക്ക് 2023 എടുത്തു പറയാൻ സാധിക്കുന്നത് കാതൽ എന്ന ചിത്രം മാത്രമാണ്. അല്ലാതെ ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ 2026 പരിഗണിക്കൂ. പിന്നെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമ നാഷണൽ അവാർഡിന് പരിഗണിക്കണമെങ്കിലും, അല്ലെങ്കിൽ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ നാഷണൽ അവാർഡിന് 2026 24 ഏറ്റവും മികച്ച നടൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ചിത്രം എന്നുള്ള രീതിയിൽ പരിഗണിക്കണമെങ്കിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇത് നാഷണൽ അവാർഡിൻ്റെ ജൂറിക്ക് മുമ്പിലേക്ക് എത്തിക്കുക. അതായത് നാഷണൽ അവാർഡിന് മത്സരിക്കുന്ന രീതിയിലേക്ക് ഈ സിനിമകളെല്ലാം എത്തിക്കുക. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രം നാഷണൽ അവാർഡിന് അയക്കാതെ, അല്ലെങ്കിൽ റോഷാക്ക് നാഷണൽ അവാർഡിന് അയക്കാതെ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില മിസ്റ്റേക്ക്, മമ്മൂട്ടി കമ്പനിയുടെ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ അല്ല, അത് നോക്കി നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ചില പോരായ്മകളുടെ പുറത്ത് ആ സിനിമകളൊന്നും നാഷണൽ അവാർഡിന് പോകാതിരിക്കുകയും, നമുക്കറിയാം സ്വാഭാവികമായിട്ടും മമ്മൂക്കയ്ക്കോ ഋഷഭ് ഷെട്ടിക്കോ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുകയും ഞാൻ പോലും അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്യുകയുണ്ടായി. കാര്യം നമ്മുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് ഒരു നിസ്സാര കാര്യമല്ല. കാര്യം ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ഒരു നടൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പം അതും ആ നടൻ തന്നെ നിർമ്മിച്ച ചിത്രങ്ങളും കൂടെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നാഷണൽ അവാർഡിന് അയക്കും, അല്ലെങ്കിൽ അയച്ചിട്ടുണ്ടാകും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആ ജൂറിയിൽ അംഗമായിട്ടുള്ള ഒരു സംവിധായകൻ കൂടി, അല്ലെങ്കിൽ നടൻ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി അത്തരത്തിലുള്ളൊരു ചിത്രം, അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചിത്രങ്ങൾ പോലും അത്തരത്തിലുള്ള നാഷണൽ അവാർഡിന് അന്ന് വന്നിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇത്രയും ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ജൂറിക്കെതിരായിട്ട്, അല്ലെങ്കിൽ ജൂറിയെ നിയമിച്ചിരിക്കുന്ന സർക്കാരിനെതിരായിട്ടൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ആ സമയത്തുണ്ടായിരുന്നതിനകത്തൊന്നും യാതൊരുവിധ അർത്ഥങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലായത്. കാര്യം ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ചിത്രങ്ങൾ നാഷണൽ അവാർഡിന് അയക്കാൻ പറയുമ്പം അയക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾ മാത്രമല്ല, ആരാണോ അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ മമ്മൂക്കയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഇടപെടാൻ സമയമില്ലെന്ന് നമുക്കറിയാം. ഇപ്പം മമ്മൂക്കയുടെ മാനേജറായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും മറ്റുള്ള ആൾക്കാരെ ഇത്രയും കാര്യങ്ങൾ ചുമതലപ്പെടുത്തുന്നത്. അവരുടെ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അയച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്. അതായത് റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറയുന്ന കണക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം മമ്മൂട്ടി കമ്പനിയുടെ സിനിമയല്ല, മറ്റൊരു നിർമ്മാതാവായിരുന്നു അത്തരത്തിലുള്ളൊരു സിനിമ. കാര്യം അതിനെപ്പറ്റി ഇപ്പം ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് ഭ്രമയുഗം എന്നിരിക്കെ ആ സിനിമ നാഷണൽ അവാർഡിന് അതിൻ്റെ നിർമ്മാതാക്കളെ കൊണ്ട് അയപ്പിക്കാനുള്ള ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ചുമതല മമ്മൂക്കയ്ക്കും മമ്മൂക്കയോടൊപ്പം ഉള്ളവർക്കും തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഉത്തരവാദിത്തം മാറുന്നില്ല. മാത്രമല്ല ഏറ്റവും മികച്ച പെർഫോമൻസ് ആകുമ്പോഴത്തേക്ക് അതിനൊരു നാഷണൽ അവാർഡ് പരിഗണിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു അവാർഡ് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജൂറിക്കെതിരെയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൂറിയെ നിയമിച്ചവർക്കെതിരെയോ ഒക്കെ നമുക്ക് നമ്മുടെ വിമർശനങ്ങൾ നമുക്ക് പറയാം. ഏറ്റവും മികച്ച പെർഫോമൻസ് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് അത്തരത്തിലുള്ളൊരു അവാർഡ് കൊടുത്തു എന്നുള്ളത്. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. കാര്യം തീർച്ചയായിട്ടും മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ, അല്ലെങ്കിൽ മമ്മൂക്കി അഭിനയിച്ചിട്ടുള്ള ഏറ്റവും മികച്ച സിനിമകൾ ജൂറിക്ക് മുമ്പാകെ എത്തിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു പോരായ്മ ഇനി ഒരിക്കലും ഉണ്ടാകരുത്. അതോടൊപ്പം ഭ്രമയുഗമല്ല 2025 പരിഗണിക്കുന്ന സിനിമ, അത് 2026 പരിഗണിക്കത്തേ ഉള്ളൂ. ഭ്രമയുഗം 2024 സിനിമ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മികച്ച നടൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്ന സ്വാഭാവികമായിട്ട് നമുക്കറിയാം കാതലായിരിക്കാം ഒരു പക്ഷേ ഇവിടുന്ന് അയക്കാൻ
വരാൻ സാധ്യതയുള്ള, അതും മമ്മൂട്ടി കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് അത്തരത്തിലുള്ളൊരു സിനിമ ജൂറിക്ക് മുമ്പാകെ എത്തിക്കുക. കാര്യം കാതൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള റോള് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവത്തില്ല. അത്തരത്തിലുള്ളൊരു ധൈര്യം ഉണ്ടായാൽ തന്നെ ആ സിനിമയ്ക്കകത്ത് വിവിധ ഘട്ടങ്ങളുണ്ട്. ഒരു അഭിനയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പെർഫോമറുടെ ഏറ്റവും ഭയങ്കര സ്വാധീനമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു സിനിമയാണ് കാതൽ എന്ന് പറയുന്നത്. കാര്യം നമുക്കറിയാം അതിനകത്ത് ഒരുപാട് സീനുകൾ മറച്ചു വെച്ചുകൊണ്ട്, തൻ്റെ പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അഭിനയിക്കുക, പലരുടെ മുമ്പിൽ, അച്ഛൻ്റെയും ഭാര്യയുടെയും നാട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ ഒരുപാട് രീതിയിൽ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരരുതെന്ന് വിചാരിച്ച് മറച്ചു വെച്ചുകൊണ്ട് അഭിനയിക്കുക. പല സാഹചര്യങ്ങളിലും അത് പുറത്തു വരുമെന്ന് കാണുമ്പോഴത്തേക്ക് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിക്കുന്ന ചില കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള രീതിയിൽ ഇത് വളരെ നിസ്സാരമായിട്ട് ഒരാൾക്ക് അഭിനയിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിക്കുന്ന സാധനമേ അല്ല, ഒരു കാര്യമേ അല്ല കാതലിലെ മാത്യു ദേവസി എന്ന് പറയുന്ന മമ്മൂക്കയുടെ കഥാപാത്രം. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങി വെക്കുമ്പം അത്തരത്തിലുള്ള സിനിമകളോട് ആദ്യം ജൂറിയുടെ മുമ്പിൽ എത്തിച്ചതിന് ശേഷം മാത്രം ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക ദേശീയ അവാർഡിന് അരികിലെന്നും അല്ലെങ്കിൽ ദേശീയ അവാർഡിന് പോകുന്ന സിനിമകൾ ഏതാണെന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകൾക്കൊക്കെ പിന്നീട് ആദ്യം ഇത് ഞാൻ പറഞ്ഞ കണക്ക് ജൂറിയുടെ മുമ്പിൽ എത്തട്ടെ ഇത്തരത്തിലുള്ള സിനിമകൾ. അപ്പം മമ്മൂക്കയ്ക്ക് ഇപ്പോൾ കാതലായാലും അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഭ്രമയുഗം പരിഗണിക്കുകയാണെങ്കിലും ഒക്കെ വരുമ്പം ഏറ്റവും മികച്ച നടൻ എന്നുള്ള കാര്യത്തിനകത്ത് മമ്മൂക്കയ്ക്ക് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശുഭവാർത്തകൾ വരട്ടെ. താങ്ക്